നൃത്തം ചെയ്യാൻ പരിധികളുണ്ടോ എന്ന ചോദ്യത്തിന് നൃത്തം ചവിട്ടി മറുപടി പറയുകയാണ് അഷ്ടമി. ശാരീരിക ബുദ്ധിമുട്ടുകളിലും കഴിവുകളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുകയാണ് ഈ 5ാം ക്ലാസ്സുകാരി. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ സന്തോഷത്തിലാണ് ഇപ്പോൾ അഷ്ടമി. മിന്നൽവാല കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ഈറൻമുടി കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമര ചോട്ടിൽ വന്നാൽ താരകരാവ്. പടം എങ്ങനെയുണ്ട്? സൂപ്പറാണ്. അഷ്ടമിയുടെ കലാപ്രകടനങ്ങൾ കാണുന്നവരെല്ലാവരും പറയുന്ന വാക്കിതാണ്, അത് സൂപ്പറാണെന്നാണ്. വര, പാട്ട്, പിന്നെ ഈ കരകൗശല വസ്തുക്കൾ, ഇതെല്ലാം അങ്ങനെ ഓരോന്നും അവൾ കൈപിടിച്ച് ജീവിതത്തിലേക്ക് ചേർക്കുകയാണ്. മനോഹരമായ കാഴ്ചയാണ്. ഏറ്റവും ഒടുവിൽ അന്താരാഷ്ട്ര വേദികളിൽ പോലും ആ കലാപ്രകടനം നിറഞ്ഞു വന്നു. ഇഷ്ടമുള്ളതെല്ലാം മടിയില്ലാതെ ചേർത്ത് വെച്ചു. അംഗീകാരങ്ങളും അതേ വഴി വന്നു. അഷ്ടമി എന്ന നർത്തകിയെ പല വേദികൾ അറിഞ്ഞു. വേറെ പിള്ളേർ ഡാൻസ് കളിക്കണൊക്കെ കാണുമ്പോൾ പയ്യെ എണീച്ച് നിന്നിട്ട് ഡാൻസ് കളിക്കും. ആദ്യം ഞാൻ കളിച്ചത് സ്കൂളിൽ നോർത്ത് URCയിലാണ് ഞാൻ കളിച്ചത്. സവിത ടീച്ചർ ഒരുപാട് സപ്പോർട്ട് ചെയ്തായിരുന്നു. എനിക്ക് സന്തോഷം തോന്നി. പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ജനന സമയത്ത് നട്ടെല്ലിലുണ്ടായ മുഴ ചലനത്തിന് പരിമിതികൾ സൃഷ്ടിച്ചു. വൈകല്യത്തിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത്. ആർക്കും മനസ്സുണ്ടെങ്കിൽ നടക്കാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല. കലാപ്രകടനങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വഴിവെട്ടിയത് അഷ്ടമിയുടെ അധ്യാപികയാണ്. അവളെ കണ്ണിലൊരു പ്രതീക്ഷയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആദ്യമായിട്ട് നമ്മളൊരു പ്രോഗ്രാമിന് ഫസ്റ്റ് കുറച്ച് കളിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് അവൾ ഡൗൺ ആവാൻ തുടങ്ങി. ഡൗൺ ആകുന്നത് ഞാൻ കണ്ട സമയം തന്നെ ഫ്രണ്ടിലേക്ക് കയറി വന്ന് നമ്മൾ ചാടാൻ തുടങ്ങി. ചാടുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. അവളെന്താ ചെയ്ത് നമുക്ക് തന്നെ അറിയില്ല. അത്രമാത്രം അടിപൊളിയിലാണ് അന്ന് ചെയ്തത്. ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരവും നേടി. താളത്തിനൊപ്പം ചുവടുകൾ ഒഴുകിയിറങ്ങുന്നത് പോലെ ജീവിതം നന്നായി മുന്നോട്ട് പോകാനാണ് കുഞ്ഞു കലാകാരിയും ആഗ്രഹിക്കുന്നത്. രതീഷ് വെൺപകലിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട് തത്സമയം. രാഹുൽ, ശരിക്കും ജീവിതത്തിലൊക്കെ ഒരു കുഞ്ഞു പ്രശ്നം വരുമ്പോഴേക്കും ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ കരുതി തളർന്നിരിക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ ശരിക്കും വലിയൊരു പാഠമാണ്, പ്രചോദനമാണ് അഷ്ടമി. ഒരു കുഞ്ഞു ഫിനിക്സ് പക്ഷി എന്ന് തന്നെ പറയാല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം എന്താണ് ഡാൻസ് എന്ന് ചോദിക്കുമ്പോൾ ഇനി നമ്മുടെ ഉത്തരം എങ്ങനെയാകും എന്നുള്ളത് തന്നെയാണ്. ഡാൻസ് ആദ്യം കുട്ടിക്കാലത്ത് അഷ്ടമി കാണുന്നു, അഷ്ടമി അത് അനുകരിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് ഈ ശാരീരിക ബുദ്ധിമുട്ട് വരുമ്പോൾ അതേ അനുകരണം തുടരുമ്പോൾ ഡാൻസ് മറ്റൊരു രൂപത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഡാൻസ് എന്നല്ലെങ്കിൽ പാട്ടെന്നായിക്കോട്ടെ, എല്ലാവരും ചേർന്ന് നിൽക്കുന്ന, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്. ഇൻക്ലൂസീവായ ലോകത്തേക്ക് വരുമ്പോൾ കലയ്ക്ക് പോലും അതിൻ്റേതായൊരു മാറ്റം ഉണ്ടാകുന്നു. അങ്ങനെ അത് ചെത്തി മിനുക്കി മറ്റൊരു രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ മനോഹരമായി തോന്നുന്നത്. ഇപ്പോഴും നൃത്തമാണ് പ്രധാനം. പാട്ടുണ്ട്, വരയുണ്ട്. നമ്മളിപ്പോൾ പാട്ട് പാടിയത് മിന്നൽ വള എന്ന പാട്ടാണ്. എത്തിപ്പിടിക്കാൻ കഴിയുന്നതൊക്കെ എത്തിപ്പിടിക്കുകയാണ്. പാട്ടിൽ പാടിയത് ഒരു വേറെ ആശയമാണെങ്കിൽ പോലും എത്തിപ്പിടിക്കാൻ പറ്റുന്ന കഷ്ടം എത്തിപ്പിടിക്കുന്നുണ്ട്. അതെല്ലാം സപ്പോർട്ടാകുന്നത്, പിന്തുണയാകുന്നത് ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുണ്ട്, അധ്യാപകരാണ്, ഒപ്പം ഈ മാതാപിതാക്കളുമാണ്. അപ്പോൾ അവരുടെയൊക്കെ പങ്ക് ഭയങ്കര വലുതാണ്. കാരണം ഇവരുടെ ഉള്ളിലുള്ള ഈ കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുകയാണ്. എന്തായാലും അഷ്ടമിയെ കാണാൻ കഴിഞ്ഞ വലിയ സന്തോഷം. 5ാം ക്ലാസ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ സംസ്ഥാന ബഹുമതി തേടിയെത്തി. ഇനിയും ഏറെ വേദികൾ അഷ്ടമിയെ തേടിയെത്തും. അപ്പോൾ ഞങ്ങൾക്കും നൃത്തം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വീട്ടിൽ നിന്നും ഓരോ നർത്തകരുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും രാഹുൽ. അപ്പോൾ അഷ്ടമിക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്തിപ്പിടിക്കാനുണ്ട്. അപ്പോൾ അതങ്ങനെ എത്തിപ്പിടിച്ച് അഷ്ടമി വളർന്ന് വലിയ ആഗ്രഹങ്ങളൊക്കെ എല്ലാം നേടി സന്തോഷത്തോടെ ഒരുപാട് കാലം അങ്ങനെ കലാപ്രവർത്തനങ്ങളൊക്കെയായി മുൻപോട്ട് പോകട്ടെ. അഷ്ടമിയുടെ ഡാൻസും പാട്ടും ഒക്കെ ഇനിയും തുടരട്ടെ. നമുക്ക് ഇനിയും അഷ്ടമിയുടെ ഇത്തരം വിജയ കഥകൾ കാണാൻ ആഗ്രഹമുണ്ട്.